എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അധ്യാത്മ രാമായണത്തിലെ ഉമാ മഹേശ്വര സംവാദം ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരമേശ്വരനോട് പാർവതി ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് ഒരു ശിഷ്യഭാവത്തിൽ പരിപൂർണ ഭക്തി രൂപത്തിൽ ചോദിക്കുന്നു, എനിക്ക് ശ്രീരാമ തത്വം അല്ലെങ്കിൽ ശ്രീരാമ ജീവിത ചരിത്രത്തിൻ്റെ തത്വം ഉപദേശിച്ചു തരണമെന്ന്. ഇങ്ങനെയുള്ളൊരു അപേക്ഷ കേട്ടപ്പോൾ ആണ് പരമേശ്വരൻ പാർവതിക്ക് ശ്രീരാമതത്വം ഉപദേശിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ ഈ രാമായണ പുസ്തകം കൈവശമുള്ളവർ പദച്ഛേദം ചെയ്യുമ്പോൾ അത് മുന്നിലൊന്ന് നിവർത്തി വെച്ച് ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പാരായണം ചെയ്യാൻ. എങ്കിൽ പോലും പാരായണം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോ ശബ്ദങ്ങളൊക്കെ വിട്ടുപോയി എന്ന് വരും. നോക്കും, ഇവിടെ ഈശ്വരി അറിയാം, കാർത്യായനി അതും അറിയാം, പാർവതി, ഭഗവതി, ഇതൊക്കെ പാർവതിയുടെ വ്യത്യസ്ത പേരുകളാണ് അല്ലേ. ഒരേ പേരുകൾ തന്നെ വ്യത്യസ്ത, അത് എഴുത്തച്ഛൻ്റെ പ്രത്യേകതയാണ്. സ്തുതിക്കുമ്പോൾ ഭക്തി രൂപത്തിൽ അങ്ങനെ പദങ്ങൾക്ക് പുറകെ മറ്റൊരു പദം പ്രാസത്തോടെ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈശ്വരി, കാർത്യായനി, പാർവതി, ഭഗവതി. ശ്വാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം എല്ലാത്തിൻ്റെയും ശ്വാശ്വത ചൈതന്യമായിരിക്കുന്ന പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു. ഇങ്ങനെ ചോദ്യം ചെയ്തു. എന്താ ചോദ്യം ചെയ്തത്? നമ്മൾ പറഞ്ഞു, ശ്രീരാമൻ അല്ലെങ്കിൽ രാമായണ കഥ മൊത്തം തത്വസഹിതം എനിക്ക് ഉപദേശിക്കണം എന്ന് പറഞ്ഞു അല്ലേ. മിക്കവാറും ഭാര്യമാര് ഭർത്താക്കന്മാരോട് ഇങ്ങനെ അഭ്യർത്ഥനയൊക്കെ നടത്താറുണ്ട്. ഇവിടെ പാർവതിയും അങ്ങനെയാണ് ചോദിക്കുന്നത്. അതൊന്ന് ചോദിച്ചു കേട്ട്, തെളിഞ്ഞു ദേവൻ, കേട്ടു തെളിഞ്ഞു. അപ്പോഴാണ് ദേവന്റെ മനസ്സിലേക്ക് കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നത്. ശരിയാലേ, ഞാൻ പാർവതിക്ക് ഇന്നേ വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. ഇതിനു മുമ്പേ വേദങ്ങളും ഉപനിഷത്തുകളും മറ്റൊക്കെ ഒരുപാട് വേദാന്ത ചിന്തകളൊക്കെ പരമശിവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ദൃഷ്ടാന്ത സഹിതം ഇതേ രാമായണത്തിൽ തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പറയുന്നു, ജഗദാദി ഈശ്വരൻ, ഈ ജഗത്തിന്റെ ആദ്യ ഈശ്വര തത്വമാകുന്ന ശിവൻ അല്ലെ, ആ ഈശ്വരൻ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കുകയാണ്. മന്ദഹാസം പൂണ്ടരുൾ ചെയ്ത് ഒന്ന് ചിരിച്ചു, ശരിയാണല്ലേ, ഞാൻ നിനക്ക് ശ്രീരാമ തത്വം ഉപദേശിച്ചിട്ടില്ലല്ലേ, എന്നാ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് പരമശിവൻ രാമകഥ സമാരംഭിക്കുന്നത്. അതിലൂടെ നമുക്കും മനസ്സിലാക്കാം എന്താ അർത്ഥം. ധന്യേ വല്ലഭേ ഗിരികന്യേ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ പാർവതി അഭിസംബോധന ചെയ്യാണ്. ധന്യപുത്രി അല്ലേ, വല്ലഭേ, ഗിരികന്യേ പറഞ്ഞതാണ് നമ്മൾ പാർവതി, ഭദ്രേ. അപ്പം ഭാര്യമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ ചിലപ്പോൾ പേരൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ സുഖമുള്ള രീതിയിലൊക്കെ സുശീലെ, സുമുഖി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സുന്ദരി എന്നൊക്കെ പറയുന്ന പോലെ ഭദ്രേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിന്നോളം ആർക്കുമില്ല, നിന്റെ അത്ര ആർക്കുമില്ല എന്ത് ഭഗവാനുള്ള ഭക്തി. ഭഗവത് ഭക്തി, ഭഗവത് ഭക്തി മീൻ ഭഗവാനോടുള്ള ഭക്തി. അതെ. അപ്പം ഈ ലോകത്തിലെ അത്യന്ത പൊരുളായിരിക്കുന്ന ഭഗവാനോട് ചിലരൊക്കെ ഭക്തിഭാവം കാണിക്കും, പക്ഷേ ഉള്ളിലെ ഒരാളുടെ ഭക്തി ഉള്ളിലാണ്. അത് നമുക്ക് മറ്റൊരാൾക്ക് പ്രകടിപ്പിക്കാവുന്നതല്ല. അപ്പൊ ഞാനൊരു ഭക്തനാണോ അല്ലേ എന്ന് നമ്മൾ സ്വയമേവയാണ് തീരുമാനിക്കേണ്ടത്. ഇനി അത്
പ്രിട്ടൻഷൻ, പ്രകടിത രൂപത്തിൽ ചിലര് ഞാൻ പരമഭക്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചില പൊടി മസാലകളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു, നിന്റെ അത്ര ഭക്ത ഈ ലോകത്തിൽ ആരുമില്ല നാദേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ശ്രീരാമദേവന്റെ തത്വം കേൾക്കണമെന്ന് നിനക്ക് കേൾക്കണം എന്നൊരു തോന്നലുണ്ടായല്ലോ അല്ലേ? അതന്നെ മഹാഭാഗ്യമാണ്. മിക്കവാറും നമുക്ക് അങ്ങനെ തോന്നാറില്ല. പലതും കേൾക്കണം, അവിടെ പോണം അല്ലേ, ഒരു പ്രഭാഷണം കേൾക്കണം, ആ പ്രഭാഷണത്തെ ഉൾക്കൊള്ളണം എന്നൊക്കെ നമുക്ക് ചിന്ത വരാറുണ്ട്. പക്ഷേ ആ ഒരു ആഗ്രഹം ഉള്ളിൽ വരില്ല അല്ലേ? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നിർഗളിക്കേണ്ടതാണ് അല്ലേ? ഭാഗവതം സത്രം അല്ലെങ്കിൽ ഒന്ന് കേൾക്കാൻ പോകാം. കേൾക്കാൻ പോകുമ്പോൾ മറ്റുള്ളവര് കാണുമ്പോൾ എന്താ വിചാരിക്കുക, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ലജ്ജ അല്ലേ? നമുക്ക് പലപ്പോഴും കാണാറുണ്ട് ഈ ഭക്തിയെ പ്രകടിപ്പിക്കുന്നത് എന്തോ ഒരു പുറകിൽ അല്ലെങ്കിൽ ഒരു മോശമായ കാര്യമാണെന്ന് തോന്നിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കണ്ടാൽ മോശം. എന്നാൽ വിഭക്തി കാണിക്കുന്നതിന് ഒരു മോശക്കേടുമില്ല. അപ്പൊ ശ്രീരാമതത്വം കേൾക്കണമെന്ന് മനസ്സിലുണ്ടായത് തന്നെ ഒരു ആകാംക്ഷ ഉണ്ടായല്ലോ, നിനക്ക് ഒരു ആങ്ഷൈറ്റി, ഒരു വാഞ്ച ഉണ്ടായല്ലോ നിന്റെ മനസ്സിൽ, ശ്രീരാമനെ കുറിച്ചൊന്ന് കേൾക്കണമെന്നും അല്ലേ? ഇപ്പോഴാ നമ്മുടെ ഇവിടെ ന്യൂജൻസ് എന്ന് പറയുന്ന കുറെ മക്കളുണ്ടല്ലോ. നമ്മുടെ വീടുകളിലൊന്നും ഈ രാമായണ കഥകൾ പറഞ്ഞു കൊടുക്കാനോ അതിനുള്ള പരിജ്ഞാനം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാലല്ലേ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. പക്ഷെ ഇക്കാലത്ത് അത് വളരെ വളരെ കുറവാണ്. എന്നാൽ നമ്മൾ മറ്റു ധാർമ്മിക അല്ലെങ്കിൽ അറിയുന്ന രീതിയിലെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ? അപ്പം അത് ഇക്കാലത്തുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ഇപ്പൊ ഈ രാമായണം ഇത് സത്രവും അതുപോലെ തന്നെ ഭാഗവത സത്രവും അല്ലെങ്കിൽ ഗീത സത്രമൊക്കെ കേൾക്കാൻ വരുന്ന മുൻനിരയിൽ നിൽക്കുന്നവർ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറെ എബോവ് 80 അല്ലെങ്കിൽ 70 ഒക്കെ 70 അതിന് പ്രായം മുകളിലേക്ക് എത്തിയവരാണ്. ഇവരിത് മുമ്പിൽ വന്നിരുന്ന് ഇതൊക്കെ കേൾക്കുക അല്ലാണ്ട് അവർക്ക് ഇത് പ്രാവർത്തികമാക്കി കൊടുക്കാൻ പറ്റുമോ? കാരണം അവരുടെ ശാരീരിക അവസ്ഥ അതിന് അനുവദനീയമല്ല. അപ്പൊ ഇതെല്ലാം പഠിക്കേണ്ടതും അത് സമൂഹ ആരും ഇതാരും ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ മസിൽ പിടുത്തൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി, അങ്ങനെയാണല്ലോ ഗുരുനാഥന്മാരൊക്കെ ചോദിക്കുകയാണെങ്കിലാണ് അധികവും പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ശിഷ്യന്മാര് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോ മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല, അതുകൊണ്ട് ഞാനും നിന്നാണേ സത്യമായിട്ട് ഭഗവാൻ പറയുകയാണ്, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും. അയ്യോ പാർവതി, ഇപ്പോഴാ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ നിന്നെ ഇല്ല ജീവനാഥേ. ഇനി അതെന്താ? അത് അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം. അതായത് ഞാൻ പറയാൻ പോകുന്നുണ്ടല്ലോ, അതീവ സീക്രട്ടാണ്. അത് അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വം. അത് നമ്മുടെ ഇന്നർ ഡയമെൻഷനെ കുറിച്ചുള്ളൊരു ഇൻട്രോസ്പെക്ഷൻ ആണ്, ഉള്ളിലേക്കുള്ളൊരു അന്വേഷണമാണ്. അന്വേഷിച്ച് ഉള്ളിലേക്ക് നമ്മൾ ഇതൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന
ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതെല്ലാം കേൾക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുന്ന ഞാൻ ആരാണ് എന്ന് ആരും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. അല്ലെ, ഒരു കുട്ടി സ്കൂളിൽ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കുന്ന ഞാൻ ആരാണ് എന്ന മൈക്രോ സ്റ്റഡി നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. മാക്രോ സ്റ്റഡി മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ എന്ന് പറയുന്നു. തത്വാർത്ഥം അറിയുക. അപ്പൊ ഇതൊരു തത്വമാണ്. നമ്മൾ ഇത് പഠനം നടത്തി മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആത്യന്തികമായ പരമതത്വത്തിലേക്കാണ് എത്തിച്ചേരുക. തത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹമുണ്ടായതും അത് മഹാഭാഗ്യമാണ്. കാരണം പരമാത്മതത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പഠിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മചേതസ്സിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചേ പറ്റൂ? ഉപനിഷാദികളെ നമ്മള് ഹിന്ദുക്കൾക്ക് ഉദാഹരണം എന്താ വെച്ചാൽ രാമായണവും മഹാഭാരതവും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞില്ല. അതൊക്കെ രണ്ട് ഇതാണ്, കഥകളിലൂടെ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയാണ്. വ്യാസൻ തന്നെ പറയുന്നുണ്ട്, ഏത് കഥ ഇന്നത് പാരമാർത്ഥികം, ഇതൊക്കെ കഥയാണ് കുട്ടികളെ അല്ലെങ്കിൽ ആൾക്കാരെ, ഇത് പാരമാർത്ഥികമല്ല എന്ന്. അപ്പോൾ പരമാത്മതത്വം അറിയുകയാൽ ആഗ്രഹമുണ്ടായത് മഹാഭാഗ്യം. പിന്നെന്താ പറയുന്നുണ്ടായതും ഭക്തി അതിശയം. ഈ ഭക്തിയുടെ ഒരു പാരമാർത്ഥിക തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു മഹാ അത്ഭുതം തന്നെയാണ്. പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും. അല്ലെ, നിനക്ക് ആരിലാണ് ഭക്തി ഉണ്ടായത്? ഈ വിശ്വലോകമാകുന്ന പുരത്തിൽ വിരാജിക്കുന്ന ദേവ ചൈതന്യം. അതിനെ പല പേരിട്ട് നമ്മൾ വിളിക്കുന്നു. അതാരാണെന്ന് അന്വേഷിച്ചു പോകുന്നത് തന്നെ ഈ പുരത്തിൽ വസിക്കുന്നവനെയാണ് ശരിക്കും സത്യം പുരുഷോത്തമൻ എന്ന്. നമ്മളൊക്കെ പുരുഷോത്തമന്മാർ തന്നെയാണ്. അപ്പം പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഉണ്ട് ഈശ്വര ചൈതന്യം. അത് അന്വേഷിച്ചു പോകുന്നവർ വളരെ കുറവാണ്, അല്ലേ? അപ്പം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ഭക്തി എന്ന് പറയുന്നത് നിത്യമാണ്. ഇപ്പൊ കർക്കിടക മാസത്തിൽ മാത്രമുള്ളതല്ല. നമ്മുടെ ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓറിയന്റഡ് ആണ്. ടൈം ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ ഒരു വൃശ്ചിക മാസത്തിലോ അത് കഴിഞ്ഞാൽ പിന്നെ ഭക്തിയില്ല, പാരായണമില്ല, ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. അതേമാതിരി തന്നെ ഇപ്പൊ ചില വിദ്യാധാരണ്ട് ഈ രാമായണ പഠനം കേവലം കർക്കിടക മാസം തന്നെ തീരണം. കർക്കിടക മാസം കഴിഞ്ഞാൽ പിന്നെ രാമൻ ദേഷ്യപ്പെടും. കാരണം എന്താ? നീ കർക്കിടക മാസത്തിൽ ഇത് മുഴുവൻ ചെല്ലിയോ, അത് ഇങ്ങനെ രീതിയിൽ ചെല്ലണം, അങ്ങനെ ചെല്ലണം, എങ്ങനെയെങ്കിലും ഒന്ന് ചെല്ലാൻ പഠിക്കുവോ? അത് ഇപ്പൊ വിമർശിക്കപ്പെടുന്നവരൊക്കെ ധാരാളമുണ്ടോ, അവിടെ ആ പദം അങ്ങനെയല്ലല്ലോ, ഇത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ. പക്ഷെ അതിന്റെ ആ സാരാംശം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല. കുറെ നെഗേഷൻ പറയുന്നവരുണ്ട്. ഇപ്പൊ കർക്കിടക മാസം തീരുമ്പോഴേക്ക് തീർക്കണം എന്ന് വിചാരിച്ച അർത്ഥവും മനസ്സിലാക്കാതെ ഒന്നും മനസ്സിലാക്കാതെ അങ്ങോട്ട് പായുകയാണ്, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്കൊരു പ്രഹസനമായിട്ട് ഇത് പഠിച്ചത് കൊണ്ട് ഏത് വരിയുണ്ടല്ലോ അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ പാരായണ രീതി തെറ്റിയാൽ പോലും അതിന്റെ അർത്ഥവ്യാഖ്യാനം വ്യക്തമായി ഉൾക്കൊള്ളുകൊണ്ട് ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് വേണം. ഇതാ കണ്ടോ, പരമശിവൻ അവിടെ കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പാർവതിക്ക് ഇങ്ങനെ വ്യക്തമായി ഇങ്ങനെ നൽകുന്ന ആ ചിത്രം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് തത്വാർത്ഥം അറിയുകയാൽ ആഗ്രഹമുണ്ടായതും. പിന്നെന്താ പറയുന്നത്? ഭക്തി അതിശയം തന്നെ പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളില്, ഇന്നർ കോർ ഓഫ് അവർ മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കാമ്പില് വർദ്ധിക്കുക തന്നെ മൂലം. അതുവഴി ഒരു ഉറപ്പ്, ഒരു റെസൊല്യൂഷൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പ് ഉണ്ടായി വരും. എന്തുണ്ടായാലും ഈശ്വരതത്വം അറിഞ്ഞാലേ നമ്മുടെ മനസ്സൊന്ന് ഉറച്ചു കിട്ടും. ഇപ്പൊ ചഞ്ചലാത്മക മനഃ, മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചലാത്മക ബുദ്ധി നിശ്ചലമായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആലില പോലെ വിറക്കുകയാണ് പലരുടെയും. അതുകൊണ്ടാണ് നമുക്ക് റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥത, ടെൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രഷറൊക്കെ, ഹൈപ്പർ ടെൻഷൻ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ മുഖ്യ കാരണം നമുക്ക് എന്തില്ല, ഈശ്വരതത്വം ഉള്ളിൽ ഉറച്ചിട്ടില്ല എന്ന്. എന്താ പറയുന്നത്? ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും. അതുകൊണ്ട് ഞാൻ നിന്നോട് ശ്രീരാമ പാദാംബുജമൊക്കെ ഒന്ന് തൊട്ട് വന്ദിച്ച് നിന്നോട് ആ കഥ, ആ തത്വം ചൊല്ലുവാൻ തുടങ്ങുകയാണ്. നീ കേട്ടാലും. ഇനി ശ്രീരാമൻ പരമാനന്ദമൂർത്തിയാണ്. ഈ ശ്രീരാമൻ എന്ന് പറയുമ്പോൾ മനുഷ്യരൂപം കൊണ്ടുവന്ന, അല്ലെ, മനുഷ്യരൂപത്തിലാണ് ശ്രീരാമൻ അവതരിച്ചത്. പക്ഷേ ആ മനുഷ്യ രൂപം
മനുഷ്യക്കുപ്പായം ഇട്ട് വന്ന ശ്രീരാമൻ, അദ്ദേഹം ആരാണ്? പരമാത്മാവ് തന്നെയാണ്, അല്ലേ? പരമാത്മാവിന്റെ ഒരു അംശമാണ് ജീവാത്മാവായി നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നത്, കാന്തിസം എന്ന് പറയും. അപ്പം അത് ശ്രീരാമൻ പരമാനന്ദമൂർത്തിയാണ്, ആനന്ദത്തിന്റെ അങ്ങേയറ്റമാണ്. അത് മൂർത്തി സ്വരൂപമാണ്, ആനന്ദത്തിന്റെ മൂർത്തി സ്വരൂപമാണ് ഈ രാമൻ എന്ന് നീ അറിഞ്ഞാലും. ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ കുറെ സമയമെടുക്കും, പക്ഷെ നമ്മളിവിടെ ചുരുക്കിയാ പറയുന്നത്. പിന്നെ പുരുഷനാണ് അദ്ദേഹം, പുരത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പുരത്തിൽ വസിക്കാണ് ശരീരം, ജീവാത്മാവുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന സയതി ഇത് പുരുഷൻ അവിടെ സഹിക്കുന്നവനാണ്. ഇനി ബ്രഹ്മാണ്ഡ പുരുഷനാകുമ്പോൾ ഈ ബ്രഹ്മത്തിൽ മൊത്തം സഹിക്കുന്നവൻ അവിടെയും പുരുഷനാണ്. അല്ലാണ്ട് ഈ പുരുഷൻ ശബ്ദം കേൾക്കുമ്പോൾ ജെൻഡർ ചിന്തിക്കരുത്, സ്ത്രീലിംഗോ എന്താ പുരുഷി അല്ലെങ്കിൽ പറയാത്ത ചിന്തിക്കും ചിലപ്പോൾ, അല്ല. ഇപ്പൊ പുരുഷൻ പ്രകൃതി അല്ലെ, ശരിക്ക് പുരുഷൻ പ്രകൃതി തന്നെ. അതാണ് പ്രകൃതി പുരുഷ സംയോഗമാണ് നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടിയും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പുരുഷനുമാണ്, പ്രകൃതിയിൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംയോഗമാണ്, അതിൻ്റെ കൂടിച്ചേരലാണ്. അപ്പോൾ ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്ത്രീ തത്വവും, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ജെൻഡർ, അതിൻ്റെ സമന്വയമാണ് സൃഷ്ടി. പുരുഷ പ്രകൃതി കാരണനേകൻ. ഇവിടെ എന്തൊക്കെ കാര്യമുണ്ടോ അതിൻ്റെയൊക്കെ കാരണക്കാരനാണ്, എന്തൊക്കെ കാരണമുണ്ടോ അതിൻ്റെ കാര്യവുമാണ്. അപ്പൊ കാര്യകാരണനാണ്, അല്ലേ? ഇപ്പൊ പുക ഉണ്ടെങ്കിൽ അവിടെ അടിയിൽ തീയുണ്ട് എന്നുള്ള കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാരണനേകൻ പരൻ. അപ്പോൾ ഈ ഏറ്റവും പരമമായ ശ്രേഷ്ഠതലത്തിലുള്ള വിരാജിക്കുന്ന ശക്തി സ്വരൂപനാണ് നമ്മുടെ രാമൻ എന്ന് മനസ്സിലാക്കൂ നീ. ഇത് തന്നെ ഉണ്ട് എല്ലാം, അല്ലേ? അപ്പൊ പരമൻ. പിന്നെന്താ പറയുന്നത്? പുരുഷോത്തമനാണ്. അപ്പൊ അദ്ദേഹം പുരുഷോത്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ്. മാത്രമല്ല ദേവൻ അനന്തനാദി അതന്നെ, എല്ലാ ദേവൻ അനന്തൻ, അറ്റമില്ലാത്തവൻ, ആദിനാഥൻ കൂടിയാണ്, ആദിയായിട്ട് ഉണ്ടാകപ്പെട്ട വ്യക്തി കൂടിയാണ്. പിന്നെ അദ്ദേഹം ഗുരുകാരുണ്യമൂർത്തിയാണ്. ശ്രീരാമന്റെ ഔട്ടർ കവേജ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരുണ്യം എന്നുള്ളതിന്റെ അടിസ്ഥാനം അദ്ദേഹമാണ്. കാരുണ്യമൂർത്തി പരമൻ ആണ്, പരബ്രഹ്മമാണ്. ഇതൊക്കെ ഒരേ വ്യാഖ്യാനത്തിലൂടെ തന്നെ പോവുകയാണ്. ഈ പരബ്രഹ്മം ആണ് ശ്രീരാമൻ എന്ന് നീ മനസ്സിലാക്കിയാലും. പിന്നെ ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവാണ്. ഈ ജഗത്ത് ഈ കാണാവുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആസ്വദിക്കാവുന്ന ഈ ലോകമുണ്ടല്ലോ, അതാണ് ഇന്ദ്രിയ ലോകം. ആ ലോകത്തിന്റെ എല്ലാ ഉത്ഭവത്തിൻ്റെയും സ്ഥിതി, ക്രിയേഷന്റെയും സസ്റ്റൈനിങ് നിലനിർത്തുന്നതിൻ്റെയും ജഗതുത്ഭവസ്ഥിതി പ്രളയം, പിന്നെ ഉണ്ടായതൊക്കെ നശിപ്പിക്കുന്നതിൻ്റെയും പ്രളയത്തിൻ്റെയും എന്താണ് കാരണക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഉത്ഭവസ്ഥിതി പ്രളയകർത്താവാണ്. അതെല്ലാം ചെയ്യുന്നവനാണ് കർത്താവ്. ഹു ഈസ് ക്രിയേറ്റിംഗ്? ഭഗവാൻ. ഹു ഈസ് സസ്റ്റൈനിങ്? ഭഗവാൻ. ഹു ഈസ് ഡിസ്ട്രോയിങ്? ഭഗവാൻ. അതല്ലേ സായിപ്പിട്ട പേര് GOD, ഗോഡ്. അത് സായിപ്പത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ജി എന്ന അക്ഷരം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അറിയാം, അല്ലേ? സ്റ്റാൻഡ് ഫോർ ജനറേറ്റർ, ദ പവർ ഓഫ്, അതിൻ്റെ കൂടെയൊക്കെ ഒരു പവർ ചേർക്കണം, പവർ ഓഫ് ജനറേറ്റർ, എല്ലാം സൃഷ്ടിക്കുന്നവൻ, ജനറേറ്റ് ചെയ്യുന്നവൻ. ദ പവർ ഓഫ് ഓർഗനൈസർ, എല്ലാം പരിപാലിക്കുന്നവൻ. പരായി ബ്രഹ്മാവായി, അല്ലെ? വിഷ്ണുവായി. പിന്നെയോ ദ പവർ ഓഫ് ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുന്നവൻ, പരായി ശിവനുമായി. അപ്പം ഇങ്ങനെയുള്ള ഈ 3 തത്വങ്ങൾ. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം കർത്താവായി നിലകൊള്ളുന്നത് അദ്ദേഹമാണ്. ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവാണ്. പിന്നെ ഭഗവാൻ വീണ്ടും പറയാണ്, വിരിഞ്ച നാരായണ ശിവാത്മകൻ. ഈ പറഞ്ഞത് തന്നെയാണോ? വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അല്ലേ? നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, പിന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ ഇതേ തത്വം നശിപ്പിക്കുന്ന ആള്.
ഉണ്ടായതൊക്കെ ഇവിടെ ഇല്ലാതാക്കി നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം നിലനിൽക്കുവോ? ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണക്കാരാണ്. പിന്നെയോ അദ്വയൻ, രണ്ടില്ലാത്തവൻ. ദ്വയം രണ്ടില്ലേ, അദ്വയം രണ്ടില്ലാത്ത. അവിടെ പദച്ഛേദം ചെയ്യുമ്പോൾ ആ നാ എന്നുള്ളിടത്തൊക്കെ എൻ അദ്വയൻ, പിന്നെന്താ ആദ്യൻ, പിന്നെന്താ അജൻ, പിന്നെന്താ അവ്യയൻ. ഇപ്പൊ എത്ര പദമാണ്! ഇതാണ് ഞാൻ പറഞ്ഞ വാക്കുകളെ കൊണ്ട് എഴുത്തച്ഛൻ അമ്മാനം പാടുന്നു. അതായത് അദ്ദേഹം അദ്വൈനാണെന്ന് പറഞ്ഞാൽ രണ്ട് ഭാവമില്ലാത്ത ആള് എന്ന് പറയുന്ന അർത്ഥം ഞാൻ, ഞാൻ മാത്രം അല്ലേ, എന്റെ ഇല്ലാത്തത്. അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യർ നിങ്ങൾക്കറിയില്ലേ? ഇവിടെ എന്റെ ഇല്ല, ഞാനേ ഉള്ളൂ എന്ന് സമർത്ഥിക്കുകയാണ് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്ത പ്രകാരം. നിങ്ങൾ എപ്പോഴും ഞാൻ എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ കുട്ടി എന്നൊക്കെ പറയുമല്ലോ. ഞാൻ വീട്, ഞാൻ ഭാര്യ, ഞാൻ കുട്ടി എന്ന് പറയില്ല. അപ്പോൾ എന്റെ ഒക്കെ ഇല്ലാതായി ഞാനിലേക്ക് ലയിക്കുന്നതിനെയാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള അദ്വൈതൻ. പിന്നെ അദ്ദേഹം ആദ്യനാണ്, ഈ ലോകത്തിൽ ആദ്യ പരമപുരുഷൻ, അതാണ് ആദ്യൻ. അന്നാന്നുള്ളതൊക്കെ എന്ന് ചേർക്കുക. അപ്പോ ആദ്യൻ. പിന്നെയോ അജൻ, ജനിക്കാത്തവൻ. ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, ഉണ്മയാണ്, ഉള്ളതാണ്. അത് ഈശ്വരനെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈശ്വരനെ അനുഭവിക്കുക വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്നല്ല. ഈശ്വരനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടായി എന്നാണ്. ഈശ്വരൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കുറച്ചു കാലം നിലനിൽക്കുന്ന. പിന്നെയോ ഈശ്വരൻ ഇല്ലാതാവോ? ഇല്ല. അത് എന്നും എക്കാലം ഉള്ളതാണ്. എന്നും എക്കാലം ഉള്ളതുമായ ഒരു തത്വത്വമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് എന്താണ് ഇവിടെ അജൻ എന്ന് പറയും. ഞാൻ പറയുന്നത് അജൻ ജനിക്കാത്തവനാണ്. കാരണം ജനിച്ചവരൊക്കെ നമ്മള് മർത്യന്മാരാണ് അല്ലേ? നമുക്ക് മരണം ഉണ്ടാവും. യാദസ്യ എന്തുണ്ടാവും? ജനിച്ചിട്ടുണ്ടെങ്കിൽ മൃത്യു ഉണ്ടാവും. അപ്പോൾ ഇവിടെ അദ്വൈനാണ്, ആദിനാരായണനാണ്, അജനാണ്. ഒരർത്ഥത്തിൽ അത് ജനിക്കുന്നുമില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളെ മൈക്രോ പാർട്ട് ഒരിക്കലും, ഞാൻ വാട്ട് ഈസ് ഡെത്ത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എടുത്ത് കേട്ടാൽ മനസ്സിലാവും എന്താണ്. അപ്പോൾ ഇവിടെ അദ്വൈൻ, പിന്നെന്താണ്, അതുപോലെ അദ്ദേഹം ആദ്യനാണ്, അജനാണ്, അവ്യയം, വ്യയം സംഭവിക്കാത്തവനാണ്, ക്ഷതം സംഭവിക്കാത്ത വ്യക്തിയാണ്. ഇതൊക്കെ ഓരോന്നിടത്ത് വ്യാഖ്യാനിക്കണമെങ്കിലും മണിക്കൂറുകൾ വേണം. നമ്മളിവിടെ ചുരുക്കി പറയാം. അപ്പം അവ്യയൻ, ആത്മാരാമൻ. ആത്മാരാമൻ നമ്മളൊക്കെ ആത്മാവിൽ ലഭിക്കുന്നവനാണോ? അതിന് മാത്രം നമുക്ക് സമയമില്ല അല്ലേ? ശരീരത്തിൽ ലഭിക്കുന്നുണ്ട്, ഈ വിഷയങ്ങൾ ലഭിക്കുന്നുണ്ട്. തൻ്റെ ഒരു 10 മിനിറ്റ് ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നാൽ നിങ്ങൾ ആത്മാരാമന്മാരാണ്. അപ്പോഴേക്കും ഓരോന്നോരോന്ന് കയറി വരില്ലേ മനസ്സിലേക്ക്? അതിനാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ പറയുന്നു അത് ഇത്തരം ഒക്കെ ഉൾക്കൊള്ളുന്ന ആളാണ് ശ്രീരാമനെന്ന്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? അദ്വൈനാണ്, ആദ്യനാണ്, അജനാണ്, അവ്യയനാണ്, ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. അത് കുറെ പറയേണ്ട വിഷയമുണ്ട്. പിന്നാരാ? തത്വാത്മാ, തത്വത്തിന്റെ ആത്മാവാണ്. ദ ബേസ് ഓഫ് റിയൽ ഫാക്റ്റിന്റെ അടിത്തറയാണ്. സച്ചിന്മയനാണ്. സത്ത്, ചിത്ത്, മയൻ കൂടി ചേരുമ്പോൾ സച്ചിന്മയൻ എന്ന് വരുന്നത്. മാക്രോ, മൈക്രോ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിതാത്മാ അല്ലെ, ചിത് സ്വരൂപം വിളങ്ങി തിളങ്ങി നിൽക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അതിങ്ങനെ കെട്ടി നിൽക്കുക. ചിത്തില്ല, സത്തുണ്ട്. അപ്പോ സത് ചിത് മയൻ, അതിലിരിക്കുന്നവൻ. അതാരാണോ സച്ചിന്മയൻ. പിന്നെ ആരാ? സകളാത്മകൻ ഈശൻ. ഈ സകളാത്മകൻ എന്ന് പറയുമ്പോൾ രാമൻ അംശാവതാരമായ, അല്ലെങ്കിൽ പിന്നെ വിഷ്ണുവിന്റെ അവതാരമല്ലേ? അപ്പൊ ഒരു കലാത്മകമായ, അപ്പൊ സകളാത്മകത എന്ന് പറഞ്ഞാൽ കലാപരമായെന്ന് പറഞ്ഞാല് വേറൊരു വേഷം കെട്ടി വരുന്നവന്. അപ്പൊ ഇവിടെ ഒറിജിനൽ സകളാത്മകൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ സകളാത്മക തത്വമാണ്, രാമൻ വിഷ്ണുവിന്റെ സകളാത്മക തത്വമാണ്. വേറെ എല്ലാ അംശാവതാരങ്ങളും ഒക്കെ കലാപരമായി രൂപമെടുത്തു വരുന്നതാണ്. അത്തരത്തിലാണ് സകളാത്മകൻ. ഈശ്വരൻ എന്ന എല്ലാത്തിനെയും ടോപ്പ്, അധിപൻ, അങ്ങേയറ്റ് ഉയരത്തിൽ, അതിനപ്പുറത്തൊന്നും ഇല്ല. അപ്പം സകളാത്മകൻ ഈശനാണ്.
ഞാൻ പറഞ്ഞു ഇവിടെ തുടക്കത്തിൽ തന്നെ വലിയൊരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ദെൻ അങ്ങനെയുള്ള അദ്ദേഹം എന്താ മനുഷ്യനെന്ന് അയാള് മനുഷ്യനാണെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ആരാ അങ്ങനെ ചിന്തിക്കുന്നത്? അറിവില്ലാത്തവര്. അറിവുള്ളവര് സാധാരണ ഇപ്പൊ അങ്ങനെയാണ്. ഇതിപ്പോ ആരാ? അയാള് സ്വാമിജി അല്ലെങ്കിൽ നമ്മൾ ആ ഫിസിക്കൽ ബോഡി കണ്ടിട്ടാണ് ചിലരെ ധാരണയ്ക്കത്, അല്ലെങ്കിൽ ഓരോ ധാരണ വരുത്താറ് അല്ലേ? നമ്മള് ഈ പ്രഭാഷണത്തിനൊക്കെ ചിലപ്പോൾ പോകുമ്പോൾ കയറി ചെല്ലുമ്പോൾ പറയാം ഇവനപ്പോ എന്ന് പറയില്ലേ. പക്ഷെ പിന്നീട് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് അയ്യോ ആ വ്യക്തി ഒരു പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുക. നമ്മള് കുറെ അയാൾ അടുത്ത് ചെന്ന് അയാൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അല്ലേ. അപ്പൊ ഇവിടെ ഈ രാമനെ എപ്പോഴും ഒരു മനുഷ്യനാണ്, ഇവനാരാവോ മനുഷ്യൻ. പക്ഷെ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ യോഗ്യതകളും ഒക്കെ ഉള്ള ഈ വാൽമീകി രാമായണത്തിലാണ് അത് ആദ്യത്തെ അധ്യായത്തിൽ വളരെ കൂടുതൽ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പം അവിടെ പറയുന്നു കൽപ്പിച്ചിടു ഒരജ്ഞാനികൾ. അത് അറിവില്ലാത്തവർ അങ്ങനെയൊക്കെ ധരിച്ചേക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. മാനസം, അതാണ് അജ്ഞാനികൾ. മാനസം അവിടെ ശ്രദ്ധിക്കണം, മായ തമസംവൃതം. അതെന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരിക്കാൻ കാരണം? വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. കാരണം മായയാ, കാണുന്നൊക്കെ മായയല്ലേ. ഉള്ളതില്ലാന്ന് തോന്നുന്നു, ഉള്ളത് ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്നതും ഒരു ശരിക്കും മായയാണ്. അപ്പം ഈ രാമന്റെ ഉള്ളില് ഭഗവാനാണ് എന്ന് തോന്നാം രൂപത്തിലാണ് വേഷം കിട്ടി വന്നത്. അപ്പൊ ഒരു മായാവേഷമാണ് അല്ലേ മായ. അപ്പൊ ഇവിടെ മായ ഉണ്ടാവുന്ന ശരിക്കും എന്താ? തമസ് കൊണ്ടാ. തമസ് എന്താ? ഇരുട്ട്. അല്ലെങ്കിൽ ഈ ജ്ഞാനതലത്തിലേക്ക് ഒരാൾ ഉയരാത്തതിന്റെ കാരണം എന്താ? തമസ്, ഇരുട്ട് ആവൃതമായത് കൊണ്ട്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അതല്ലേ. ഗു സ്റ്റാൻഡ് ഫോർ ഡാർക്ക്നെസ്, ജു സ്റ്റാൻഡ് ഫോർ റിമൂവൽ. അപ്പം ഇരുട്ടാകുന്ന അജ്ഞാനത്തെ നീക്കി കൊടുക്കുന്നവനാണല്ലോ ഗുരു. ഇവിടെ പരമശിവൻ ഗുരുസ്ഥാനീയനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ തമസ് ഇരുട്ട് നമ്മുടെ മുമ്പിലൊക്കെ ആകെ ഇരുട്ട് മൂടി കിടക്കുകയാണ് അല്ലേ. അപ്പൊ ഈ തമസ് ആവൃതമാകുക മൂലമാണ് പാർവതി രാമനെ മനുഷ്യനാണെന്ന് എവരും ചിന്തിക്കാൻ കാരണം. രാമായണത്തിലേക്ക് കയറിയാൽ പിന്നെ നമുക്ക് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കും. അപ്പം മായ തമസംവൃതമാകമൂലം. ഇതൊന്നും പാരായണം ചെയ്യുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ഉൾക്കൊണ്ട് പാരായണം ചെയ്യാറില്ല അല്ലേ. അതിന്റെ പ്രാസം മാത്രം ശരിയാക്കാൻ നോക്കും. ഞാൻ ചിന്തിക്കാറ് എപ്പോഴും ഈണൊക്കെ അല്പം തെറ്റിയാലും വേണ്ടില്ല, അതിന്റെ അർത്ഥവ്യാഖ്യാനാണ് മനസ്സിലാക്കേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വരി നമുക്ക് മറക്കില്ല. അപ്പം മായാതമ സംവൃതമാകമൂലം എന്താ പറയുന്നത്? സീത രാഘവ മരുൾ സൂനു സംവാദം. അത്ര അർത്ഥങ്ങളാണ്. സീതയും രാഘവനും, സീതയും രാമനും, പിന്നെ അല്ലേ രാഘവൻ, പിന്നെ എന്താ മരുൾ സൂനു. അവിടെ വായുപുത്രൻ മരുത്ത് അല്ലെ. അതായത് വായുവിന്റെ പുത്രൻ ആരാ? സൂനു മകനായിരിക്കുന്ന ഹനുമാൻ. ശരിക്കും ഈ രീതിയിൽ രാമായണം ഉണ്ട്. അതായത് ഹനുമാന് തത്വം ഉപദേശിച്ചു കൊടുക്കൂ എന്ന് പാർവതിയോട് പറഞ്ഞിട്ട് പാർവതി രാമായണം പറയുന്ന രീതിയിലും രാമായണമുണ്ട്. ശിവൻ അധ്യാത്മരാമായണം വേറൊരു വേർഷനിൽ ശിവൻ പാർവതിയോട് ആവശ്യപ്പെടുകയാണ് തൻ്റെ കാൽക്കൽ വന്ദിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഹനുമാന് ശ്രീരാമ തത്വം ശ്രീരാമന്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിലും ശ്രീരാമൻ ആരാണെന്ന് അതാണ് നമ്മൾ ഹനുമാനെ സ്തുതിക്കുന്നത് ഇത് തുടങ്ങുന്നതിന് മുമ്പേ. അപ്പം ഈ ഹനുമാൻ ആരാണ്, ഹനുമാനെ രാമൻ ആരാണ് എന്ന് പാർവതിയെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും രാമായണമുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. സീതാ രാഘവ മരുൾ സൂനു സംവാദം. അവരുടെ സംവാദം ശിവൻ ഒരു പക്ഷെ ആദ്യം
അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് നിനക്ക് പറഞ്ഞു തന്നത് ഹനുമാൻ. ഇതിന് ശേഷാവും ഒരു പക്ഷെ അതായത് ആദ്യം പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു, പിന്നെ ഹനുമാന് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നു. അത് സംവാദം, മോക്ഷസാധനം, അതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്താൽ ലിബറേറ്റഡ്, നമ്മൾ മോചിതരാകും, മോക്ഷം കിട്ടും ഇല്ലേ. മോക്ഷം എന്താന്നൊക്കെ ഇപ്പൊ നമുക്ക് പറയാൻ സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ മോക്ഷസാധനം ചൊല്ലുവാനാതെ കേട്ടാലും തെളിഞ്ഞു നീ. പാർവതി പറയാണ്, ഇനി ഞാൻ ശ്രീരാമൻ ആരാണ് എന്ന് നിനക്ക് വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം, അത് നീ കേൾക്കൂ എന്ന് പറയുന്നതോടുകൂടി ഇത്രയും ഭാഗം വ്യാഖ്യാനം ചെയ്തു എന്ന് പറയാം. സൂക്ഷ്മമായിട്ട്, നോട്ട് സൂക്ഷ്മമായിട്ടല്ല, വളരെ ബ്രീഫായിട്ട്, സംക്ഷിപ്തമായിട്ട്. ഈശ്വരീ കാർത്യാനി പാർവതി ഭഗവതി ശ്വാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദിനീശ്വരൻ മന്ദഹാസവും പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തീല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാദേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിലാഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു. സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജ നവ്യയാത്മരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മനീശൻ മാനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുൽസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാതെ കേട്ടാലും തെളിഞ്ഞു നീ